JEE 2024 വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ചോദിച്ച വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, a body of mass 50 kg is lifted to a height of 20 meters from the ground in two different ways as shown in the figure. The ratio of work done against the gravity in both the respective cases will be. Okay, so ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമുക്കറിയാം വർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഇവിടെ ഫോഴ്സ് എന്താ? ഫോഴ്സ് ഇസ് ഈക്വൽ ടു mg, അതായത് വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റിയാണ്. ഗ്രാവിറ്റീനെ ഒപ്പോസ് ചെയ്തിട്ട് എത്ര വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ നോക്കണ്ടേ. പേഴ്സൺ ഇവിടെ രണ്ട് കേസിൻ്റെ അകത്തും അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് വേറെ വേറെ ഡയറക്ഷനിലാണ്. അതായത് ഇൻ ദ ഫസ്റ്റ് കേസിലാണെങ്കിൽ പേഴ്സൺ വരച്ചാണ് സാർ. ഓക്കെ, പേഴ്സൺ അതായത് ഈ ഹൈപ്പോട്ടിനസിൻ്റെ അലോങ് ആണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. സെക്കൻഡ് കേസിലാണെങ്കിൽ അതായത് ഹൈറ്റിന് പാരലലായിട്ടാണ്, അതായത് അലോങ് ദ ഹൈറ്റാണ് പേഴ്സൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ പേഴ്സൺ ടോട്ടൽ എത്ര വർക്ക് ചെയ്തു എന്നല്ല ചോദിക്കുന്നത്, എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി. ഓക്കെ, ദ റേഷ്യോ ഓഫ് വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി ഇൻ ബോത്ത് ദ റെസ്പെക്റ്റീവ് കേസസ് വിൽ ബി എന്നാണ് ചോദിച്ചത്. ഓക്കെ, സോ ഫോഴ്സ് നമുക്ക് ഇവിടെ ഗ്രാവിറ്റി എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്? mg എന്നുള്ള ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട് രണ്ട് കേസിൻ്റെ അകത്തും. ഓക്കെ, സോ ദാറ്റ് വിൽ ബി എ കോൺസ്റ്റൻറ്റ്. അതൊരു കോൺസ്റ്റൻ്റ് ആണ്. ദിസ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, സോ ഇനി ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് മാറുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, കേസ് 1ൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ കളർ മാറ്റാം. ഓക്കെ, കേസ് 1ൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ഇനീഷ്യൽ പൊസിഷൻ ഇതാണ്, ഫൈനൽ പൊസിഷൻ ഹൈറ്റ് h ആണ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ? ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ട് എന്നാണ് നോക്കണ്ടേ. ഓക്കെ, സോ ഇവിടെ ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എത്രയാണ്? അതായത് mg എന്ന് പറയുന്ന ഫോഴ്സ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് അല്ല ആക്ട് ചെയ്യുന്നത്. സോ അതിൻ്റെ ഡയറക്ഷനിൽ എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്? അതായത് മുകളിലോട്ടേക്ക് 20 meters ഉണ്ടായിട്ടുണ്ട്. അതേ ഡയറക്ഷനിലല്ല, മീൻസ് അതിൻ്റെ ഓപ്പോസിറ്റ് ആയാലോ. അതായത് ഇപ്പോൾ എസ് നമുക്ക് ഡയറക്ഷൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എസ് ഇസ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ ഉണ്ട്, അപ്പോൾ -20 എന്ന് കൊടുക്കാം. വർക്ക് വിൽ ബി ഓൾവേസ് നെഗറ്റീവ്. സോ അതിൻ്റെ അകത്തൊന്നും ഇപ്പോൾ നിങ്ങൾ പോകണ്ട ഇവിടെ. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് വിസ് 20, അത് മാത്രം ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ കേസിൻ്റെ അകത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് 20. കേസ് 1ൻ്റെ അകത്ത് എസ് എന്ന് പറയുന്നത് 20 ആണ്. കേസ് 2ൻ്റെ അകത്തോ? കേസ് 2ൻ്റെ അകത്താണ് നമുക്ക് ഡൗട്ട് വരുന്നത്. ഓക്കെ, സോ പേഴ്സൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഗ്രാവിറ്റി എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതാണ്. സോ ഗ്രാവിറ്റി ഏത് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യുന്നതാണ്? അപ്പോൾ ഗ്രാവിറ്റി ഈസ് ഓൾവേസ് ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്, mg. ഓക്കെ, സോ ആ ഡയറക്ഷൻ്റെ അകത്ത് ഈ ബോക്സിന് എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്? സെയിം 20 അല്ലേ? അതായത് ഇനീഷ്യൽ ഇത്, ഫൈനൽ ഇത്. വാട്ട് ഇസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്? ബോക്സ് ഇവിടെ എത്തുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ? ബോക്സ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നു. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് അഗെയിൻ 20, റൈറ്റ്? 20. സോ വർക്ക് എന്താ? വർക്ക് ഇസ് F.S രണ്ടിൻ്റെയും സെയിം ആണ്. therefore ratio will be 1:1. Simple question. Okay, thank you.